പ്രണയിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും 18-കാരിയാണ്. എനിക്ക് തോന്നുന്നില്ല പ്രണയിക്കുമ്പോൾ ആരും പക്വതയിലേക്ക്, വളരെ റെയറായിട്ട് മാത്രം ആൾക്കാർക്ക് അത് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർ മുന്നും അങ്ങനെ തന്നെയായിരിക്കും. അതായത് ഇഫ് സം പീപ്പിൾ ആർ ലൈക്ക് ഓക്കെ ഇത് ഇങ്ങനെ മൈ വർക്ക് ഇസ് ഡിഫറെൻറ്റ്, മൈ ലവ് ലൈഫ് ഇസ് ഡിഫറെൻറ്റ്, മൈ സോഷ്യലൈസിങ് തിങ് ഇസ് ഡിഫറെൻറ്റ്, ഐ ഹാവ് ടു ഫോക്കസ് ഹിയർ ദെൻ ഇറ്റ്സ് ഹിയർ, അങ്ങനെ വളരെ സെഗ്രിഗേറ്റ് ചെയ്ത് അതിനെ കാണാൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ മുന്നേയും അങ്ങനെ തന്നെയായിരിക്കും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യുവർ ടെമ്പറമെൻറ്റ്. നമ്മുടെ സ്വഭാവം ആണ് അതിനൊരു വലിയ, എൻ്റെ ഒരു തോന്നലാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ സ്വഭാവമാണ്. അതല്ലാതെ ഇപ്പം നമ്മളൊരു കോംപ്ലെക്സ് പേഴ്സൺ ആണെന്നിരിക്കട്ടെ, ലൈക്ക് നമ്മൾക്കൊരു പ്രണയം വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറി ഇമ്പോർട്ടൻസ് വിൽ ഗോ ടു ദാറ്റ് പ്രണയം മാത്രം, ബാക്കി എല്ലാം എനിക്ക് സെക്കൻഡറി ആണ് എന്നുള്ളൊരു മനുഷ്യനാണ് ഞാനെങ്കിൽ 60 വയസ്സായാലും അത് മാറില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം നമ്മുടെ മുന്നിൽ ജീവിച്ചിട്ടുണ്ട്. കമല സുരയ്യ എന്ന പേരുള്ള നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടാണ്, നമ്മുടെ നേച്ചറാണ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ ഏജ്. പ്രായവും പ്രണയവുമായിട്ട് എന്താ ബന്ധം? ഒരിക്കലും ഇപ്പം ഒരു 60 വയസ്സിൽ പ്രണയിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് പൊസസീവ്നെസ് വരില്ല എന്ന് പറയാൻ പറ്റില്ല. പൊസസീവ് ആയിട്ടുള്ള സ്വഭാവമുള്ള ഒരാള് 80-ാം വയസ്സിലും പ്രണയിച്ചാൽ അവർക്ക് പൊസസീവ്നെസ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ശരിയാണ് കേട്ടോ. ഐ തിങ്ക് അബൌട്ട് ഇറ്റ്. വെൻ യു റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്, ബിക്കോസ് നമ്മൾ തോന്നും നമ്മൾ സ്നേഹിക്കുന്നവര്, നമ്മൾ പ്രണയിക്കുന്നവര് നമ്മുടേത് മാത്രം ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും.